Here we will discuss about functions of three or more variables. A function of three variables is a rule of correspondence that assigns to each ordered triple of real numbers x, y, z of a subset of three space. One and only one number w in the set R of real numbers. We write w equal to capital F of x, y, z, and we can draw the surfaces defined by f of x, y, z equal to c. These surfaces are called level surfaces. But നമ്മൾ ത്രീ വേരിയബിളുടെ കേസിൽ നമ്മൾ ഓടെ ട്രിപ്ലെറ്റിൽ എക്സ് വൈ സെഡ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഫങ്ഷൻസ് ഓഫ് ത്രീ വേരിയബിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ മൂന്ന് വേരിയബിളിനെയും നമ്മൾ ഒരു വേരിയബിളിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അത് റിയൽ നമ്പർ ആയിരിക്കും. എക്സും വൈ സെഡും റിയൽ ആണ്. അത് മൂന്നും കൂടി ഒരു ട്രിപ്ലെറ്റ് ആയിട്ട് ഈ മൂന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഡബ്ല്യു എന്ന് പറഞ്ഞ ഒറ്റ റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യും. ആ ഫംഗ്ഷനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക: ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ്. അതാണ് ഫങ്ഷൻസ് ഓഫ് ത്രീ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫങ്ഷൻസ് ഓഫ് ത്രീ വേരിയബിളിനെ അതിനെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന്റെ ലെവൽ സർഫേസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ വി കനോട്ട് ഏബിൾ ടു ഡ്രോ w equal to capital F of x, y, z. We cannot draw a graph of a function of three variables w equal to capital F of x, y, z. But we can draw the surfaces defined by f of x, y, z equal to c. f of x, y, z equal to w ആയിട്ടുള്ള ആ സർഫേസ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഈ സർഫേസ് വരയ്ക്കാൻ പറ്റും. f of x, y, z equal to c. ഈ സർഫേസിനെ നമ്മൾ പറയാം ലെവൽ സർഫേസസ്. നമ്മൾ 2 ഡയമെൻഷന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്ന ലെവൽ സർഫേസ് എന്താണ്, അതേപോലെ തന്നെയാണ് ഇവിടെയും ലെവൽ സർഫേസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സ്കെച്ച് ദ ഗ്രാഫ് ആൻഡ് സം ഓഫ് ദ ലെവൽ കർവ്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നേക്കുന്നത്. ഇത് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനും അതിന്റെ നമുക്കറിയാവുന്ന കുറച്ച് ലെവൽ കർവുകൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ ഡൊമൈനും റേഞ്ചും ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സും വൈയും ഏത് നമ്പർ എടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണല്ലോ, അല്ലെ? അപ്പോൾ എക്സും വൈ ഏതെടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്സും വൈയും എല്ലാ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് എക്സ് വൈ എടുക്കാം, അല്ലെ? എല്ലാ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് റിയൽ നമ്പേഴ്സും എടുക്കാം. അപ്പോൾ ഹിയർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഈസ് എ വെൽ defined real number for all ordered pairs xy of real numbers. അപ്പോൾ എൻ്റെ എക്സ് വൈ പ്ലെയിനും നമ്മുടെ ഡൊമൈനിലുണ്ട്, അങ്ങനെ നമുക്ക് പറയാം. അപ്പൊ ഹെൻസ് നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാം? Hence, domain of f consists of the entire xy plane. Hence, domain of f consists of the entire xy plane. എൻ്റെ എക്സ് വൈ പ്ലെയിൻ ഡൊമൈനിലുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റേഞ്ച് കണ്ടുപിടിക്കാം. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഇത് എക്സ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എക്സ് സ്ക്വയർ പോസിറ്റീവാണ്, അതുപോലെ വൈ സ്ക്വയറും പോസിറ്റീവാണ്.
അപ്പോൾ which is greater than 0 എന്ന് വരും. അപ്പോൾ since x square plus y square greater than or equal to 0 for all ordered pair xy in the xy plane, the range of f എന്ന് പറയുന്നത് എന്ത് വരും? The range of f is the set of all non-negative real numbers. അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരണം. 0യും വരാം. അതുകൊണ്ടാണ് നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത്. നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് റേഞ്ചും കിട്ടി, ഡൊമൈനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ലെവൽ കർവുകളാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ഗ്രാഫ് ഓഫ് എഫ് അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇത് നമ്മൾ മുന്നേ കണ്ട എക്സാമ്പിൾ പോലെ തന്നെ ഗ്രാഫ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ പരാബോളോയിഡ് തന്നെയായിരിക്കും, അല്ലേ? അപ്പൊ ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് ദ സർക്കുലർ പരാബോളോയിഡ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഗ്രാഫ് സ്കെച്ച് ചെയ്ത് ഏകദേശം ഇങ്ങനെയായിരിക്കും. നമുക്ക് പരാബോളോയിഡ് ആയിട്ട് മുകളിൽ ഭാഗം സർക്കിൾ ആയിരിക്കും. z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ കർവ് ആയിരിക്കും. അപ്പൊ അതിനെങ്ങനെ ഒറിജിനലോട്ട് എടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അതേ സർക്കിൾ തന്നെ വരും. അപ്പൊ അതിനെ ഞാനൊന്ന് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ ലെവൽ കർവ് അബൌട്ട് സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഏതൊക്കെ നമ്പർ ആവുമ്പോൾ ഓരോ ലെവൽ കർവ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. അപ്പൊ ഇത് സെന്റർ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതാണ് ഇത്. ഇനി അടുത്തത് z 1 ആവുമ്പോൾ 1 റേഡിയസ് ഉള്ള സർക്കിൾ വരും ബേസ്. ഇനി z എന്ന് പറയുന്നത് 4 ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? z4 എന്ന് പറഞ്ഞാൽ 2 റേഡിയസ് ഉള്ള സർക്കിൾ കിട്ടും. ഇത് z ഈക്വൽ ടു 4, ഇത് z ഈക്വൽ ടു 1. അപ്പോൾ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. അപ്പോൾ ഇത് 3 ഡയമെൻഷനിൽ ഞാൻ പറയുന്നില്ല, 2 ഡയമെൻഷനിൽ ആ ലെവൽ കർവ് മാത്രമായിട്ട് ഞാൻ വരച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ വരിക. ഇത്രയും കൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ സർഫേസിന്റെ പിക്ചർ വരച്ചത്. 3 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഒത്തിരി ക്ലിയർ ആയിട്ടൊന്നും വരയ്ക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. ഇനി അടുത്തത് ഇപ്പോൾ ഞാൻ വരച്ച ലെവൽ കർവുകളെല്ലാം. ഇനി ആ ലെവൽ കർവിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ദ ലെവൽ കർവ് z ഈക്വൽ ടു 4 അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ദ ലെവൽ കർവ് z ഈക്വൽ ടു 4 അല്ലേ? അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഉള്ള പോയിന്റുകളായിരിക്കും is the set of points in the xy plane at which അതിന്റെ പ്രത്യേകത എന്താ? z ആണ് 4 എന്ന് കൊടുത്തത്. അപ്പൊ z എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4. അപ്പം ഇത് റെപ്രസെന്റ് ചെയ്യുന്ന പിക്ചർ നമ്മൾ ആദ്യം വരച്ചു അല്ലെ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 0 തന്നെയാണ്. വിച്ച് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ 0 0 അല്ലെങ്കിൽ സെന്റർ അറ്റ് ദ ഒറിജിൻ എന്ന് പറയാം. റേഡിയസോ ആൻഡ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് റേഡിയസിന്റെ സ്ക്വയർ ആണ്. ആൻഡ് റേഡിയസ് 4ന്റെ റൂട്ട് റേഡിയസ് 2. അപ്പൊ അതാണ് നമ്മൾ ആ പിക്ചറിൽ വരച്ചേക്കുന്നത്. ലെവൽ കർവുകളാണ് നമ്മൾ ആ 3 സർക്കിൾ വരച്ചേക്കുന്നത്. ഇനി അതുപോലെ ലെവൽ കർവ് z ഈക്വൽ ടു 1. സിമിലർലി the level curve
z ഈക്വൽ ടു 1. അതെങ്ങനെയായിരിക്കും? z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആവുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതൊരു സർക്കിൾ ആയിരിക്കും. ഇസ് എ സർക്കിൾ വിത്ത് സെന്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്ററിന് മാറ്റമൊന്നുമില്ല. സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് 1 അല്ലേ? ഇനി ലെവൽ കർവ് z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലെവൽ കർവ് എന്താ നോക്കാം. ആൻഡ് ദ ലെവൽ കർവ് z ഈക്വൽ ടു 0 അതെന്ന് പറയുന്നത് എന്താ? ഈസ് എ സർക്കിൾ എന്ന് പറയാം നമുക്ക്. ഈസ് എ സർക്കിൾ വിത്ത് എന്ന് വെച്ചാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് തന്നെ ആയിരിക്കും. അതിന് നമുക്ക് സർക്കിൾ എന്ന് തന്നെ പറയാം ഇവിടെ. സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ, സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് ഇവിടെ 0 ആണ്. ദാറ്റ് മീൻസ് ആ പോയിന്റ് അല്ലേ? അപ്പൊ ഇതാണ് എന്ന് വെച്ചാൽ ദ പോയിന്റ് 0, 0നെയാണ് നമ്മൾ പറയുന്നത് ലെവൽ കർവ് z ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ദ പോയിന്റ് ദാറ്റ് ഈസ് ദ പോയിന്റ് 0, 0 അതിനാണ് നമ്മൾ z ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലെവൽ കർവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. കുറച്ച് ലെവൽ കർവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കോംപ്ലീറ്റ് സ്ക്വയർ കിട്ടുന്ന രീതിയിലുള്ള ലെവൽ കർവുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയൊക്കെ എഴുതിയാൽ മതി. ഒരു 3 ലെവൽ കർവ് എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്രൈബ് ദ ലെവൽ സർഫേസസ് ഓഫ് ദ ഫംഗ്ഷൻ f of x y z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ z. അപ്പൊ ഇത് 3 വേരിയബിൾ ആണ് അല്ലെ? എഫിനുള്ളിൽ 3 വേരിയബിൾ വന്നിട്ടുണ്ട്. 3 വേരിയബിളിന്റെ കേസിലാണ്. അപ്പൊ അതിന് ലെവൽ സർഫേസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ലെവൽ സർഫേസിന് ഇതിന് എഫ് ഓഫ് എക്സ് വൈ z ഈക്വൽ ടു സം c ആയിട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ c എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഫോർ c നോട്ട് ഈക്വൽ ടു 0 ദ ലെവൽ സർഫേസ് എന്ന് പറയുന്നത് എന്ത് വരും? ദ ലെവൽ സർഫേസ് ജനറൽ ആയിട്ടാ പറയുന്നത്. ലെവൽ സർഫേസസ് ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് വൈ z ഈക്വൽ ടു c, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ z ഈക്വൽ ടു c. That is x square plus y square equal to z. ഇതെന്ന് പറയുന്നതും ഒരു പരാബോളോയിഡ് ആയിരിക്കും. സർക്കിളിന്റെ റെപ്രസെന്റേഷൻ ഒന്നുമല്ല, പരാബോളോയിഡ് ആയിരിക്കും. അപ്പൊ വിച്ച് ആ അപ്പൊ ലെവൽ കർവുകൾ എന്താണ്? പരാബോളോയിഡ് ഇൻ 3 സ്പേസ്. ഇത് 3 ഡയമെൻഷനിലാണ്. 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ പരാബോളോയിഡ് ഇൻ 3 സ്പേസിനെയാണ് നമ്മളിത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ, ലെവൽ സർഫേസിനെ കോമൺ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഇത്രേ പറയാനുള്ളൂ. അപ്പൊ മുന്നേ നമ്മൾ കണ്ടതൊക്കെ പരാബോളോയിഡ് തന്നെയായിരുന്നു. അപ്പൊ അതേപോലത്തെ തന്നെ ഒരു പരാബോളോയിഡ് ആണിത്.